താനൂർ ആക്രമണം ചിലരുടെ അസഹിഷ്ണുതയുടെ സൃഷ്ടിയെന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ. സംഘർഷം നിയന്ത്രണ വിധേയമാക്കുകയാണ് പോലീസ് ചെയ്തത്. കണ്ടാലറിയാവുന്ന 2000-ൽ പരം പേർക്കെതിരെ കേസെടുത്തെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് നിയമസഭയിൽ തത്സമയം. അധികാരം നേടാനുള്ള ബി.ജെ.പിയുടെ തന്ത്രമാണ് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും കുതന്ത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതിനെതിരെ നിയമകോടതികളെ സമീപിക്കുന്നുണ്ട്. ഗോവയിൽ ഇപ്പം തന്നെ സുപ്രീം കോടതി കോൺഗ്രസ് അത് മണിപ്പൂരിലെ കാര്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തും കോടതിയെ സമീപിക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്തരം കുൽസിതമായ മാർഗങ്ങളിലൂടെ, പിൻവാതിലിലൂടെ, കുതിരക്കച്ചവടത്തിലൂടെ സർക്കാരുണ്ടാക്കുന്ന ബി.ജെ.പിയുടെയും മോഡിയുടെയും നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് ജനാധിപത്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മാധ്യമങ്ങളെ കാണുകയായിരുന്നു നിയമസഭയിൽ. താനൂരിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സഭയിൽ ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. താനൂരിൽ ലീഗുകാരാണ് ആക്രമണം നടത്തിയതെന്ന് ഭരണപക്ഷം പറയുകയുണ്ടായി. ലീഗുകാർ സ്ത്രീകളെ അടക്കം ആക്രമിച്ചു എന്ന പരാമർശത്തിൽ, അബ്ദുറഹ്മാൻ എം.എൽ.എയുടെ പരാമർശത്തിൽ വലിയ ബഹളമാണ് പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയത്. ഇതിനെ തുടർന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയം, ഈ വിഷയത്തിലാണ് അടിയന്തര പ്രമേയം വന്നത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാക്കൾ സഭയിൽ തന്നെ മീഡിയ റൂമിൽ മാധ്യമപ്രവർത്തകരെ കണ്ടു. രമേശ് ചെന്നിത്തല ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ